ഒന്നുമില്ല കേട്ടോ.
പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാരത്തിരിപ്പുമാറ്റിടും ജന്മമേറുന്ന ദീപമേ കേഴുമാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീയും മരണമേ എൻ്റെ ഹൃദയത്തിൽ ഫനുവേലിന്റെ പുത്രിയും ആശീർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഇന്ന് ഒരു വയസ്സ് തികഞ്ഞ് ദൈവത്തിന്റെ മുൻപില് സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന, മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന ഈ കുഞ്ഞുമകളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് ഞങ്ങളെല്ലാവരും ഈ കുഞ്ഞുമകളുടെ ഒരു വയസ്സ് ആഘോഷിക്കുമ്പോൾ ഈ കുഞ്ഞുമകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണിയായ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ ഈ കുഞ്ഞുമകള് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട്, ദൈവിക പുണ്യങ്ങളനുസരിച്ച് ജീവിതയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് ഈ കുഞ്ഞുമകള് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ പുണ്യവതിയെ പോലെ ഈ മകളും പുണ്യങ്ങളിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, അയൽക്കാരെ സ്നേഹിക്കുവാൻ അങ്ങിടയാക്കണമേ. കുഞ്ഞുപ്രായം മുതലേ മാതാപിതാക്കൾക്ക് വിധേയയായി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുവാൻ ഈ മകളെ വളർത്തണമേ. എപ്പോഴും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഈ മകൾക്കുണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരും ഈ കുഞ്ഞുമകളുടെ കാവൽ മാലാഖമാരും ഈ കുഞ്ഞുമകൾക്ക് എപ്പോഴും കൂട്ടായിരുന്നുകൊണ്ട് വിശുദ്ധിയുടെ നന്മയുടെ പാതയിലൂടെ ഈ കുഞ്ഞുമകളെ നയിക്കുവാനും അങ്ങ് ഇടയാക്കണമേ. പ്രത്യേകിച്ചും ഇന്ന ദിവസം ഈ കുഞ്ഞുമകളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഈ മാതാപിതാക്കള് എപ്പോഴും ദൈവ സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും ജീവിക്കുവാനും ആ നന്മകളൊക്കെയും ആ വിശ്വാസമൊക്കെയും ഈ കുഞ്ഞുമകൾക്ക് പകർന്നു കൊടുക്കുവാനും അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞിന്റെ അപ്പനെ സമർപ്പിക്കുന്നു. ഈ കുഞ്ഞുമകൾക്ക് വേണ്ടി ജോലി ചെയ്യുവാനായിട്ട്, ഈ കുഞ്ഞുമകൾക്ക് വേണ്ടി അധ്വാനിക്കുവാനായിട്ട്, കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുവാനായിട്ട് ഈ മകനെ ഒരുക്കണമേ. തന്നിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇന്ന് 1 വർഷം തികയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്ന ഈ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ഉണ്ണിയേശുവിന് മാതൃകയായി, ഉണ്ണിയേശുവിന്റെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തിയതുപോലെ ഈ അമ്മ ഈ കുഞ്ഞുമകളെ എപ്പോഴും വിശ്വാസത്തിൽ വളർത്തുവാനും വിശ്വാസ ശിക്ഷണം ഇവൾക്ക് നൽകുവാനും ഈ അമ്മയ്ക്ക് കഴിയുമാറാകട്ടെ. അങ്ങനെ ഈ കുടുംബമെന്നും തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ വളരുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ കേക്കിനെ അവിടുന്ന് ആശീർവദിക്കണമേ.
ക്ലെയർ തന്റെ 1ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഈ കേക്ക് കട്ട് ചെയ്ത് അത് അവൾക്ക് നമ്മൾ അല്പം കൊടുക്കുമ്പോൾ ഈ കേക്ക് പോലെ മധുരമായിട്ട് ഈ കുഞ്ഞുമകളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. എപ്പോഴും ദൈവമേ ഈ കുഞ്ഞുമകളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ചാച്ചിലോട്ട് കൊടുക്കുക. ആന്റണി അപ്പുറന്നേ, ആന്റണി അപ്പുറന്നേ. അവൾക്കുള്ള കിട്ടി, ഇനി വേണ്ട, ഇനി മസില്ല. അവിടെ അച്ചാ മതി, അവിടെ അച്ചാ.
പിടിക്കും ഏറ്റാവൂലേ മമ്മി ഏട്ടാ ഒരു ഉപകാരം ചെയ്യോ ഒരു ഉപകാരം ചെയ്യോ ഫുഡിന്റെ ഒക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ശരിക്കും എടുക്കാമ്മ അവിടെ പോയി ഫുഡിന്റെ ഒക്കെ വീഡിയോ എടുത്തല്ല ഫുഡിന്റെ എല്ലാത്തിന്റെ ഓരോന്ന് വീഡിയോ എടുക്കണം അക്ഷരങ്ങളൊന്നും ശരിക്കും കാണുന്നില്ല. എന്റെ കണ്ണിൽ മിണ്ടാതിരി തണുപ്പ് കുറവ് പോലെ തോന്നുന്നു ചെറുതായിട്ട് അവര് AC കുറച്ചു 10 മണി ആ 10 മണി സമയം എന്തായി ആ ശരി ശരി കഴിക്കാം നീ ഇത് കട്ട് ചെയ്തോളില്ലേ നിനക്ക് ഇഷ്ടം ഞാൻ കട്ട് ചെയ്തോളാം കേതരു ഒന്നും കൂടെ ബാഗ് എടുത്തച്ചാ എന്റെ ബാഗ് എടുത്തച്ചാ വാ ഞാൻ 5 ദിവസം കുഴപ്പമില്ല ഞാൻ